ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പായിട്ട് ഒരു നോമ്പ് തുറ 1-2 നോമ്പ് തുറക്കൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒരു നോമ്പ് തുറക്ക് ഞാൻ പോകുമ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുന്നത് അറബിൻ മജ്ലിസിലേക്കാണ് നോമ്പ് തുറക്കാനായിട്ട്. ഇത് നമ്മുടെ ക്ലിനിക്കിലെ ഗ്യാങ്ങാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ ഏകദേശം ഒരു 5-5:30 ആവുന്ന സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയുള്ള ഒരു എന്താ പറയുക സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മുടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളങ്ങനെ അകത്തേക്ക് പോയി. ഇനിയും ബാങ്ക് വിളിക്കാൻ ഇനിയും കുറേ സമയമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയി നോക്കി എന്താ പറയുക സെറ്റായി അവിടെ ഇരുന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് കുറേ സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് ഓർത്തിട്ട് ആദ്യം പോയിട്ടിരുന്നു. പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവർ നോമ്പ് തുറക്കാനുള്ള ഫുഡുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മുന്തിരി ജ്യൂസ്, വത്തക്ക ജ്യൂസ്, അങ്ങനെയൊക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നമ്മളെന്തായാലും കുറേ ആയിട്ട് വിചാരിക്കുകയാണ് നോമ്പ് തുടങ്ങിയപ്പോൾ മുതലൊരു ഇഫ്താർ വയ്ക്കണം പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും ഷുഗർ കട്ടായതുകൊണ്ട് 2 ജ്യൂസ് എനിക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെള്ളമാണ് കുടിച്ചത്. അതുപോലെ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, എനിക്ക് വേണ്ട ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ട് അതും പിന്നെ ഒരു സമൂസയും പിന്നെ ഒരു കഷ്ണം കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ എണ്ണപ്പലഹാരങ്ങൾ കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പ് തുറന്നപ്പോൾ തന്നെ ആകെ വയറ് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറത്ത് പോയി നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷം എനിക്ക് അൽഫാമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഷവായി ഉണ്ട്, 2 തരം അൽഫാം തന്നെ 2 തരം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു റൈസുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ സൊറ പറഞ്ഞിരുന്ന് കുറേ നേരം അവിടെ എന്താ പറയുക അടിപൊളിയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇത് സൺഡേ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ്. കുറച്ച് ലേറ്റായി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളി ദിവസമായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇതൊക്കെ എപ്പോഴും നല്ല മെമ്മറി ആയിരിക്കും ഇനി നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞാലോചിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ ഞാനിതിൽ കുറച്ച്, അതായത് ഫുഡ് കഴിക്കുന്നതും അതുപോലെ ഞാൻ കഴിച്ച ഫുഡുകളും ഒക്കെ ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്സ് ആയിട്ടാണ് മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക എൻ്റെ ഡിയർ മോസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അമ്മൂനെ കാണാൻ വേണ്ടിയിട്ട് പോയി നമ്മളെല്ലാവരും കൂടെ. അങ്ങനെ അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അമ്മൂനെ കണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓരോരുത്തരെ എന്താ പറയുക ഡോക്ടർ ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഒരു വൈൻഡപ്പ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഫുട്ടേജ് കൂടി എടുത്തു, അതാണ് ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ. നമുക്കിതുപോലത്തെ വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.